വേറെ ഇവൻ്റെ ജ്യേഷ്ഠൻ അറബിയാണ് ഈ ആഴ്ചയിൽ വന്ന് ഇതിനെ കയറിക്കൊണ്ട് പോണത്. ഉം. ഈ ആടിനെ കയറിക്കൊണ്ട് പോണത്. അന്നേരം ഈ ഓരോ ആടിനെ കളറനുസരിച്ച് പിടിക്കാൻ പറയും. വലിയ വലിയ ആടല്ലേ. ഉം. അപ്പോൾ അവൻ ഈ അറബിയിലാണ് പറയുന്നത്. അപ്പോൾ കറുത്തേനെ പറയുമ്പോൾ ഞാൻ വെളുത്തേനെ പിടിച്ചോണ്ട് വരും. ആ. അങ്ങനെയൊക്കെ അടി എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഉം. പിന്നെ അതെല്ലാം പെട്ടെന്ന് ഞാൻ പഠിച്ച് അടി പേടിച്ചെല്ലാം പഠിച്ച് പിന്നെ എന്താ എനിക്ക് ആരെ പിന്നെ വീട്ടിലൊക്കെ ചിന്ത പിന്നെ ഞാൻ വരുമ്പോൾ 8 മാസം കഴിയുമ്പോഴാണ് എന്താ ഏതാന്നുള്ള ചിന്തയാണ് പിന്നെ മനസ്സിൽ ചിന്തയല്ല കരയും. ഇതിനെ കൊണ്ട് പോകുമ്പോഴും കരഞ്ഞുകൊണ്ടിങ്ങനെ എല്ലാം നമ്മളെ വിളിക്കാനുള്ള ദൈവങ്ങളെല്ലാം വിളിക്കുക. വിളിച്ച് ഇങ്ങനെ ഇതിനെ എന്ന് പറഞ്ഞാൽ 200 എണ്ണത്തിനൊക്കെ വിധം ഇങ്ങനെ ആ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി മരുഭൂമിയിൽ കൂടെ ഒന്ന് കറക്കും. എല്ലാം ഒന്നും കഴിക്കാനൊന്നും ഇല്ല. ചുമ്മാ ഇതിനെ കൈയും കാലും ഒക്കെ ആടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് നടത്തിച്ചു കൊണ്ട് 2 മണിക്കൂർ ആ വരും വെയിലത്ത്. അല്ലാതെ മരുപ്പച്ചയൊന്നും മരിപ്പച്ചയില്ല. പിന്നെ ഞാൻ ചാടി വന്നപ്പോഴാണ് മരിപ്പച്ചയൊക്കെ കാണുന്നത്. അല്ലാതെ അവിടെ ആ ഭാഗത്ത് മരിപ്പച്ചയില്ല. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തട്ടി ഇങ്ങനെ പോവാണ് കരഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇവൻ ഇപ്പം ഈ അറബി അവിടുന്ന് പോയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ ചാടി അവിടുന്ന് പോയായിരുന്നു. പക്ഷേ ഇയാൾ അവിടെ തന്നെ ഇരിക്കുമല്ലേ. ഇയാൾ എവിടെയെങ്കിലും ഒന്ന് പോകുന്നുണ്ടെങ്കിൽ ആ മറ്റേ ആൾ അവിടെ വന്നിരിക്കും. അല്ലാതെ ഒരു ദിവസം പോലെ പുള്ളിയൊന്നും മാറിക്കാണുന്നില്ല. അതുകൊണ്ട് ചാടാൻ പറ്റിയില്ല. പിന്നീട് ഈ സങ്കടങ്ങളൊക്കെ ആടുകളോട് പറയുന്ന ഒരു രീതിയിലാണ് ഉണ്ട് നോവലിൽ വന്നിരിക്കുന്നത്. അപ്പം ആടുകൾക്കൊക്കെ ഇവിടുത്തെ ആളുകളുടെ പേരൊക്കെ ഇട്ടിട്ട് അതെ മാനേജ് ചെയ്യാണ് ചെയ്തത്. അത് എനിക്ക് പിന്നെ എൻ്റെ മക്കളെ ആടിനെ ആട്ടുംകുട്ടിയെ എൻ്റെ മക്കളെ പോലെ ഞാനും ഇങ്ങനെ വിളിച്ച് കരയുകയും പറയുകയൊക്കെ ചെയ്ത് ആടിൻ്റെ കൂടെ ഉള്ള ജീവിതം ആടും ഞാനുമുള്ള ജീവിതമായി. പിന്നെ അതിനെക്കൊണ്ട് സന്തോഷം മാത്രമേ പിന്നെ ഉള്ളൂ. അപ്പോൾ അവരോട് കാര്യം പറയുമ്പോൾ കരയും. അത് കരയും. പിന്നെ ഞാനങ്ങോട്ട് ചാടി വന്നെങ്കിൽ എനിക്ക് പിന്നെ അങ്ങ് വിഷമമായിപ്പോയി. ഞാൻ പിന്നെ ഇത്രയും നാളും എന്നെ അതുപോലെ നോക്കിയിട്ട് പിന്നെ ഇതെല്ലാം ഇയാൾ പോകുന്ന ദിവസം ഇതെല്ലാം അടച്ചു കൂട്ടിയിട്ട് വരുമ്പോഴും എനിക്ക് അതൊരു ഭയങ്കര വിഷമമുണ്ട് മനസ്സിൽ. പിന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും അല്ലേ പല ആടുകളുടെയും മുഖം? ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരേ കൂട്ടിക്കിടക്കുന്ന ഒരേ ആടിൻ്റെ പിന്നെ ഇത്രച്ചുള്ള 5-10 വലിയ ആടുണ്ട്. അതിനകത്ത് 10-200 ഈ പെണ്ണാടിനെ ഇട്ടേക്കുന്നു. ഒരു മാസത്തെ 4-5 അല്ല 5-8 പ്രസവിക്കും. ചിലപ്പോൾ ഞാൻ ഈ കൊണ്ടുപോകുന്ന വഴിയായിരിക്കും പ്രസവിക്കുന്നത്. അതിനെയൊക്കെ എടുത്തുകൊണ്ട് വരണം. ഒരെണ്ണത്തിനെ പോലെ അതിൻ്റെ മരിച്ചു പോകണമെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം എന്തോ പിന്നെ അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ പല പ്രാവശ്യം ചെന്നിട്ട് ഞാനിതുപോലെ 2-3-4 മാസമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിൽ ഒന്നും ആരും ഇല്ല, ഭക്ഷണത്തിൽ ഇങ്ങനെ കൈകൊണ്ട് ആഗ്രഹം കാണിച്ച് അന്നേരം ഇതും പറഞ്ഞ് അറബിയിൽ ഇങ്ങനെ ഏതാണ്ട് പറയുവേ. അപ്പോഴ് നമുക്ക് മനസ്സിലായി ഇവൻ ഇത് തന്നെ ആള്. നമുക്ക് ശമ്പളം തരത്തില്ല, ഒന്നും തരത്തില്ല. നമ്മളിവിടെ പെട്ടത് തന്നെ അടിമയായിട്ട് കിടക്കേണ്ടി വരും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടെന്നേര്. പിന്നെ അങ്ങനെ എന്ത് ചെയ്യാനാണ്. എന്നിട്ടും ഈ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നോ ഈ പുറത്ത് ചാടി പോകുന്നതിനെ കുറിച്ചും? വായിച്ചോണ്ടിരുന്നു. മരുഭൂമിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയോ? ഇല്ല. ഞാൻ വന്ന റൂട്ടായിരിക്കുന്നത് രാത്രിയാണെങ്കിലും വന്ന വഴി മനസ്സിലായി. പക്ഷേ റോഡൊന്നും കാണാനില്ല. ഇങ്ങനെ നമ്മളൊരു ഇങ്ങനെ ഒരു മരുഭൂമികൾ ഇങ്ങനെ മല മുട്ടി കിടക്കുന്നതൊക്കെ തോന്നുക. ഉള്ളിലുള്ളൊരു മരുഭൂമിയായത്. ഞാൻ വേറെ സ്ഥലത്തൂടെ തിരിച്ച് ഓടിയത്. അപ്പോൾ 1.5 ദിവസം ഓടേണ്ടി വന്നു. പക്ഷേ വേറെ വഴി ഉണ്ടാവും അല്ലേ? വേറെ വഴി ഉണ്ടാവും. പക്ഷേ ഈ വേറെ വഴി ഉണ്ടാവും. ഞാൻ ഓടിയ വഴി പോകാൻ ചെന്നെത്തപ്പെടാൻ 1.5 ദിവസം ഓടി. അല്ലേ അവൻ അഥവാ വന്ന് പിടിച്ചു പോയാൽ എന്താണെന്ന് വെച്ചിട്ടാണ് വേറെ വഴിക്കൂടെ ഓടിയത്. ഓടിയെന്ന് പറഞ്ഞാൽ ഓടി കുഴഞ്ഞ് കാലിലെ പൊട്ടി കാലിൽ ചോര വരിക. ഈ പോകുന്ന സ്ഥലത്താണോ മരുപ്പച്ചയൊക്കെ കണ്ടതും? അങ്ങനെ പോകുന്ന സ്ഥലത്ത് പാമ്പ് കണ്ടിട്ടുണ്ട്, മരുപ്പച്ചയൊക്കെ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഈ പാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പാമ്പ് അവിടുത്തെ ഒരു വലിയൊരു വിഷമുള്ള പാമ്പാണ്. അത്തരം പാമ്പുകൾ നമ്മൾ ഒരുപാട് ഡിസ്കവറിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് വിഷജീവികളാണെന്ന് കണ്ടിട്ടുണ്ട്. നല്ല വിഷമുള്ള ജാതിയാണ് അവിടുത്തെ പാമ്പ്. ഇതിനെ എങ്ങനെയാ കൊല്ലാനൊക്കെ പഠിച്ചത്? കൊല്ലാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ആട് ചത്ത് കിടക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചില ആടുകൾ ചത്ത് കിടക്കും. അപ്പോൾ അതിനെപ്പിടിച്ച് കൊണ്ടുപോയിട്ട് കുഴിച്ചങ്ങിടും. അന്ന് ദിവസം രാത്രി ഈ മരുഭൂമി കൂടെ വന്ന ജീപ്പുണ്ട്. ആ ജീപ്പിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് കൂട്ടിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ ഓടിച്ച് കിടന്ന് അങ്ങനെ 2-3 ഞാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ പേടിയൊന്നും പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞ് കൊന്നില്ലെങ്കിൽ അവൻ എന്നെ അടിക്കും.
നമുക്ക് പിന്നെ അവൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ എന്തും. ആ പാമ്പ് എങ്ങനെയും കടിച്ച് മരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ താഴെ എത്ര ദിവസം കിടന്നിട്ടുണ്ടെന്നറിയോ? കട്ടിലിൽ നിന്ന് ഇറങ്ങി ആ മരുഭൂമി ആ മണ്ണിൽ. അത്രയ്ക്ക് ഞാനങ്ങ് ഇതായി. എന്നാൽ എൻ്റെ ജീവിതം പോയി, നാട്ടിലെ ഒരു കാര്യവും ഞാൻ അറിയുന്നില്ല. അങ്ങനെയുള്ള ആ മനസ്സിൻ്റെ ഇത് കൊണ്ടുകൊണ്ട് ഞാൻ താഴെ മാറി കിടക്കുക. എന്നിട്ട് പാമ്പിന് പോലും അന്ന് നമുക്ക് നമ്മളെ വേണ്ടായിരുന്നു. അത് കാരണം നമ്മളേതെങ്കിലും ഒരു അവസരത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ഇതുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ നമ്മളെ അന്നൊന്നും പാമ്പ് കൊത്താഞ്ഞേക്കും എന്നേ എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോഴും ഇടയ്ക്ക് ഞെട്ടി ഉണരുമല്ലോ പേടിച്ച്. എന്താ നേരം വൈഫിനൊക്കെ ചോദിക്കും എന്താ കിടന്ന് ഞെട്ടുന്നത്. ആ ഭയം ഇപ്പോഴും മനസ്സിലുണ്ട്. ഇത്രയും വർഷമായിട്ടും അതിൻ്റെ ആ ഇത് മാറിയിട്ടില്ല. പിന്നെ ഇന്നിപ്പം ഞാൻ ഈ ആദ്യത്തെ ആ രംഗം കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ എന്തോന്നങ്ങ് ഇതായിപ്പോയി. പിന്നെ എനിക്കങ്ങ് സംസാരിക്കാൻ മേലാത്തൊരവസ്ഥയായി ഈ പരിപാടിക്ക്. അങ്ങനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് വിളിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ ആ രംഗം എൻ്റെ വൈഫിനെ ഇങ്ങനെ സവ്യത്തെ ഞാനിങ്ങനെ ഞെട്ടി അവിടെ വെച്ച് ഇങ്ങനെ എൻ്റെ വിളിക്കുന്നത് ഇപ്പം ഇയാൾ സെനു എന്നും പറഞ്ഞ് അഭിനയം ഉണ്ടല്ലോ അത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതായി. പിന്നെ വളരെ സന്തോഷം. ജനങ്ങൾ മൊത്തം അറിയാൻ പോകല്ലേ അത്. ഈ നോവലോടുകൂടി തന്നെ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇനിയിപ്പോൾ ഈ പടം കൊണ്ട് ഇറങ്ങിയപ്പോൾ അതിനെക്കാട്ടി വലിയ ഇതായിട്ട് വരുമല്ലോ ഇത്. ഇപ്പോൾ വൈഫിനെ ഓർക്കുന്ന സമയത്തൊക്കെ നമ്മൾ കത്തെഴുതാൻ പറ്റുന്നില്ലല്ലോ. കത്തുകൾ എന്തെങ്കിലും കത്തെഴുതിയായിരുന്നു. കത്തെഴുതിയത് പിന്നെ ഞാനൊരു 3 മാസം ആയപ്പോൾ ഒരു കത്തിങ്ങനെ എഴുതി. കത്തന്നേ എഴുതിയതാ. എഴുതി വെച്ചുകൊണ്ടിരിക്കുക. ചെന്നു വെച്ചെഴുതിയിട്ട് കത്തെഴുതിക്കിട്ട് ഞാൻ പുള്ളിയുടെ കൈ കൊണ്ട് കൊടുത്തു. ഒന്ന് കത്തയക്കാൻ. അപ്പോൾ എൻ്റെ മുമ്പ് വെച്ചത് വലിച്ചു കയറി കളഞ്ഞു. അപ്പോഴെൻ്റെ ആ അന്നത്തെ ആ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അന്നേരം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വിവരം അറിയാൻ വേണ്ടി കത്ത് എഴുതി. എൻ്റെ അഡ്രസ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇവിടെയുള്ള അഡ്രസ്സ്. അങ്ങനെ ഒരു ദിവസം ഒരു 3 മാസം കഴിഞ്ഞപ്പം ഒരു പാകിസ്ഥാനി ഈ പോച്ചയായിട്ട് വന്നു, വലിയ വണ്ടിക്കകത്ത്. അപ്പോഴവൻ വന്നത് കണ്ടുകൊണ്ട് ഇവൻ എന്നെ അവിടുന്ന് മാറ്റി. ഈ അറബി എൻ്റെ ആളിന്നും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, അവിടെ പോകാൻ പറഞ്ഞു. ഇയാൾ അവിടെ നിന്നിട്ട് കൈക്കറി കാണിക്കുന്നുണ്ട് ഈ പാകിസ്ഥാനി. അപ്പോഴും ഞാൻ അന്നേരം ഈ എൻ്റെ വേറെ കത്തിരുന്ന് ഇന്നെ എഴുതി വെച്ചപ്പോൾ ഞാൻ കത്ത് ആ കത്തെടുത്ത് ഇങ്ങനെ ബുക്ക് കാണിച്ചു ഈ അടുത്ത്. അങ്ങനെ ഞാനിതടുത്ത് ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് അവിടെ കൊണ്ട് ഇട്ടേക്കണേന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ കറങ്ങി അടിച്ച് അവൻ എടുത്തോണ്ട് പോയിക്കോളാം, അവിടെ കാണാൻ ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ അവൻ ആ കത്തെടുത്തോണ്ട് പോയിട്ട് അങ്ങനെയാണ് ഒരു കത്ത് ഇവിടെ അന്ന് പ്രസവിച്ചെന്ന് തോന്നുന്നു. എനിക്ക് അന്നേരം ഒന്നും അറിയില്ല. എല്ലാ ദിവസവും അന്ന് വൈഫിനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി, അവരുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി മുട്ടത്ത് പ്രസവത്തിന്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ എല്ലാ ദിവസവും വാപ്പായത്ത് പറഞ്ഞ് ഇവിടെ വിടുക, വിവരം വല്ലതും അറിഞ്ഞാൽ എന്നുള്ള അത് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞല്ലേ അറിയുന്നത്. അന്നേരം ഗർഭിണിയായിട്ടിരിക്കുമല്ലോ. അപ്പം മാമ ഇവിടെ വന്നിട്ട് പറയും അവൻ വരാണ്ട് പറഞ്ഞ് ഇതുപോലെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞൊന്നും പോയി സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു കത്ത് വന്ന് 3 മാസം കഴിഞ്ഞപ്പം ഇവിടുന്നൊരു കത്ത് ഇതുപോലെ പാകിസ്ഥാനി അത് അയച്ച് എന്തായാലും അയച്ച് എൻ്റെ ഇവിടുത്തെ അഡ്രസ്സിൽ കിട്ടി. ആ ഒരു കത്താണ് കിട്ടുന്നത്. ആകെ ഒരു കത്ത് കിട്ടി. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കുടുങ്ങിയതായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ആ കത്തിനകത്തുണ്ട്. അപ്പോൾ അത് പിന്നെ ഇവർ ഒന്നും വായിച്ച് മാമ അത് കൊണ്ടിട്ട് വായിച്ചിട്ട് അങ്ങനെയുള്ള കാര്യമൊന്നും പറയാതെ കത്തിനകത്തെ അവിടെ എനിക്ക് സുഖമാണ്, പിന്നെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആടിനായിട്ടൊക്കെ ഇതൊക്കെ എന്നുള്ള ചെറിയ രീതിയിൽ മാമ വായിപ്പിച്ച് കേൾപ്പിച്ചിങ്ങനെ, അല്ലാതെ കത്ത് കൊടുത്തില്ല. അങ്ങനെ ഒരു സന്തോഷം കിട്ടി. പിന്നെ കുട്ടിയെങ്കിലും ഉണ്ട്, അതുകൊണ്ട് ഇനി കുട്ടിയെങ്കിലും നോക്കണമെന്നുള്ള പുള്ളിയും മരിക്കണമെന്നൊക്കെ തോന്നിയെന്നൊക്കെ പറയുന്നു ഒരുപാട് പ്രാവശ്യം. സത്യം ആ മരിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു വിവരമില്ലെന്ന് പറയുമ്പോൾ എന്തോ മനുഷ്യൻ്റെ അവസ്ഥ. അവിടെ വീട്ടുകാർ വാപ്പായ്ക്ക് അന്ന് അസുഖം പിടിച്ചത് എന്നെ കാണാവുന്നു. അതിനുശേഷം രക്ഷപ്പെടുന്ന ദിവസം ഉണ്ടല്ലോ, 1.5 ദിവസം ഓടുക എന്ന് പറയുന്നത് മരുഭൂമിയെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ല. ഇതേപോലുള്ള ഒരുപാട് ജീവികളുണ്ട്. കാറ്റ്, പിന്നെ വെള്ളം കിട്ടില്ല. നമ്മുടെ ഈ ആടിന് കൊണ്ടുവരുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കാനെന്ന് അങ്ങനെ വെള്ളം എടുക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ അവിടെ പോയി പിന്നെ 1-2 വട്ടം കുളിച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കുന്നതൊക്കെ അവന് ഭയങ്കര ദേഷ്യമാണ്. അവന് അതുപോലത്തെ ഒരു ഭീകര രീതിയെ പോലെ ഇരിക്കും അയാൾ. കുളിയും നനയില്ല, ഒരു കറുത്ത ഒരു കപ്പള പോലത്തെ സാധനം ഇട്ടുകൊണ്ട്. അപ്പോൾ അപ്പിട്ടാൽ കഴുകാൻ പോലും വെള്ളം എടുക്കത്തില്ല.
അപ്പോൾ ഞാനിത് കണ്ടിപ്പോൾ ബാലത്തേക്ക് എടുത്ത് പോയി നമ്മൾ ഇവിടെ നിന്ന് ശീലിച്ചത് നമുക്ക് എന്തായാലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുമായിരുന്നു. പിന്നെ കുടിക്കാൻ ഈ അറബി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് തരും. അത് നമ്മൾ ഒരുപാടൊന്നും കുടിക്കാനൊക്കെ തരില്ല. ദാഹത്തനുസരിച്ചൊന്നും കുടിക്കാനൊന്നും കിട്ടത്തില്ല ഒരാഴ്ചത്തേക്കൊന്നും. അതനുസരിച്ച് പിന്നെ കുറേശ്ശെ